ഇന്നെൻ്റെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. അതുകൊണ്ടാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ. ഈ വ്ളോഗിങ് സ്യൂട്ട് ആക്ച്വലി എനിക്ക് അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ ആവണില്ല. അത് കാരണം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യെസ്, December 2nd ഇന്നത്തെ വളരെ സ്പെഷ്യൽ വീഡിയോ ആണ്. തംബ്നെയിൽസ് ആദ്യമായിട്ട് കണ്ടതുപോലെ തന്നെ ഇന്ന് ഞാൻ കാനഡയിൽ നിന്നല്ല, ലോകത്തിലെ തന്നെ ആദ്യത്തെ വീട് ഓൺ ചെയ്യാണ്. വീട് പ്രോപ്പർട്ടി ഓൺ ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പർട്ടി നമ്മുടെ പേരിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവുന്ന പറയുന്നത് ഒരു പ്രത്യേക ഫീലാണ്. നമുക്കൊരു സ്പെഷ്യലി വീടുകൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെ ഒരു കാര്യം. നമുക്ക് നടക്കാൻ പയ്യെ ക്യാമറയുടെ പുറകിൽ ഗിഫ്റ്റ് കേട്ടോ, നടക്കുമ്പോഴേ എനിക്ക് സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ. യെസ്, അപ്പൊ വീട് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി വീട് ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ വളരെ ക്ലോസ്, എൻ്റെ വളരെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിരിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. ഈ വണ്ടി വരുമ്പോഴേ മൈക്കിന്റെ ഇതെങ്ങനെയുണ്ടെന്നൊന്ന് പറയണം കേട്ടോ. അടുത്ത പ്രാവശ്യം കമന്റ് ചെയ്യുമേ, ഒന്ന് കമന്റ് ചെയ്യുക. വണ്ടി മൈക്ക് എന്തോരം എൻ്റെ സൗണ്ട് ക്യാച്ച് ചെയ്യേണ്ടത്. ഒരു ചീപ്പ് മൈക്കാണ് ആമസോണിൽ നിന്ന് എടുത്തത്. പുതിയ മൈക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻ സ്റ്റോക്ക് വരുത്താൻ കഴിച്ചു. അപ്പൊ അതുകൊണ്ടാണ്. യെസ്, അപ്പൊ വഴി നടക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് വീട്. അപ്പൊ വീട് ഭയങ്കര ക്ലോസ് മെമ്മറി ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ എൻ്റെ പെട്ടെന്ന് മെമ്മറി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നാട്ടിലുള്ള സമയത്ത് ഭയങ്കര ചെറുതായിരുന്നു. ഒരു 5th 6th പഠിക്കുന്ന സമയത്ത് നമ്മൾ കസിൻസിന്റെ വീട്ടിലൊക്കെ പോയി നിൽക്കൂലേ. കസിൻസിന്റെ വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ അന്ന് രാത്രി തന്നെ പപ്പ വീട്ടിലേക്ക് വരും. രാത്രി വീട്ടിൽ പോയി കിടന്നുറങ്ങാം രാത്രി എന്ന് പറഞ്ഞിട്ട്. എനിക്കപ്പോൾ തോന്നുന്നു കസിൻസിന്റെ കൂടെ രാത്രി സ്പെൻഡ് ചെയ്യാൻ, നമ്മൾ ഓവർനൈറ്റ് സ്റ്റേ ചെയ്യുന്നു. അതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ അങ്ങനെ വരും. പിന്നെ ഒരു +2 ആയപ്പോൾ എനിക്കും തോന്നി തുടങ്ങി, ഓക്കെ പോസിബിൾ ഡ്രൈവബിൾ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്താണ് നമ്മളെങ്കിൽ നമുക്ക് അത് തന്നെ നടത്താം. നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാം, വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നത് ഭയങ്കര രസമായിരിക്കും എന്നുള്ളൊരു സാധനം അടിച്ചു. ആ ഒരു ഫീല് മാറി. പിന്നെ കാനഡയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഫീൽ ചെയ്യുന്നത് വീട്ടിൽ പോകുന്ന ഒരു ലക്ഷറിയാണ്. അതായത് നമ്മൾ ഭയങ്കരമായിട്ടൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വർഷത്തിൽ 1 or 2 മാത്രം നടക്കുന്ന ഒരു ലക്ഷറിയാണ് നമുക്കിപ്പോൾ വീട്ടിൽ പോക്ക്. നമുക്ക് അത്ര കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ സ്പേസ് അത്രയും സ്പെഷ്യൽ ആവുന്നത് അവിടുത്തെ മെമ്മറീസ് ആണ്. അങ്ങനത്തെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ് ഓർ ചുവടുവെപ്പ് എന്ന് പറയൂല, അങ്ങനത്തെ ഒരു ചുവടുവെപ്പാണ് December 2nd. എല്ലാവരും കൂടെ ഉണ്ടാവണം, പ്രാർത്ഥിക്കണം, ഗ്രോത്ത് ഉണ്ടാവണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ. അപ്പൊ ഞാൻ ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി കട്ട് ചെയ്തിട്ട്. അപ്പോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എക്സ്ട്രോവേർട്ട് മല്ലു, നൺ അനദർ ദാൻ പട്ടി ഷോ. നമ്മള് ഫുൾ എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ ജയ്സ് ചാനലില്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഫുഡില്ല, ട്രാവലില്ല, ടെക്കില്ല, ഒന്നുമില്ല, ഒൺലി എന്റർടൈൻമെന്റ്. അപ്പോൾ തുടങ്ങാണ്. ഇന്നലെ കിടന്നപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ്. ഞാൻ ഭയങ്കര പെർഫ്യൂം ലവറാണ്. എനിക്ക് പേഴ്സണലി തോന്നുന്നു, നമുക്ക് നടക്കാം, എനിക്ക് പേഴ്സണലി തോന്നുന്നു പെർഫ്യൂംസ് ഒരാളുടെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഡിഫൈൻ ചെയ്യും. കാരണം ഇപ്പം എന്താ പറയാ, ഇപ്പം ഞാൻ അടിക്കുന്ന പെർഫ്യൂം കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള അത്ര പ്ലസന്റ് ഫ്രൂട്ടി സ്മെല്ലുകളല്ല എനിക്ക് ഇഷ്ടപ്പെടാറ്. അപ്പൊ എല്ലാവരും പറയാറ് ഞാൻ ഇച്ചിരി സ്റ്റബേൺ ആയിട്ടുള്ള ആളാണ്, ഐ മീൻ പേഴ്സണലി. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പെർഫ്യൂംസിന് ഭയങ്കര ഒരു കഴിവുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇന്നത്തെ പെർഫ്യൂം ഫോർ ദ ഡേ, പെർഫ്യൂമിന് വേറെയുള്ള കഴിവാണ്. പെർഫ്യൂമിനല്ല, സ്മെല്ലിന് ആക്ച്വലി ഒരു വണ്ടിയായിട്ട് നമുക്കൊന്നും മാറിക്കാം. ഈ വണ്ടി നിങ്ങൾ മോർണിംഗ് എനിവേസ് ഇതാട്ടെ ഇവിടെ സാധനങ്ങളൊക്കെ ഹോട്ടൽ. ഞാനിപ്പോൾ ഫെയർമൗണ്ടിൽ നിൽക്കുന്നത്, ജാസ്പറിലെ ഫെയർമൗണ്ട്. അപ്പൊ പെർഫ്യൂംസിന്റെ കഴിവാണ് നമ്മൾ പറഞ്ഞത്. പെർഫ്യൂംസിനുള്ള കഴിവാ നടക്കാം. പെർഫ്യൂംസിനുള്ള കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർഫ്യൂംസ് നമുക്ക് ആക്ച്വലി മെമ്മറീസ്, പെർഫ്യൂംസ് അല്ല സ്മെൽസ്, മെമ്മറീസ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ മണടിയോ നമ്മൾ ആദ്യമായിട്ട് ഇത് അടിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും സ്വീറ്റ് മെമ്മറി എവിടെയാണോ അത് നമുക്ക് കിട്ടും. എല്ലാവർക്കും കിട്ടുമെന്ന് പറയാം, എനിക്ക് കിട്ടും. ഇനി എന്നീ പെർഫ്യൂം അടിച്ചു ഇനി എന്നീ പെർഫ്യൂം അടിച്ചാൽ എൻ്റെ മൈൻഡിലേക്ക് ആദ്യം വരാൻ പോകുന്ന കാര്യം, ഞാൻ അന്ന് പൊസഷൻ ഡേറ്റിന്റെ അന്ന് അടിച്ച പെർഫ്യൂം എന്നാണ്. സോ ദ പെർഫ്യൂം ഓഫ് ദ ഡേ ഈസ് ജീൻ പോളിന്റെ സ്കാൻഡൽ. അത് ഭയങ്കര അടിപൊളി പെർഫ്യൂം കേട്ടോ. എനിക്ക് അവിടെ വെച്ച് കണ്ടിട്ട്, ഐ മീൻ ഞങ്ങളിവിടെ ഷോപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നമ്മൾ പോകുന്നുണ്ട്. ഷോപ്പിൽ നിന്നാണ് പെർഫ്യൂം വാങ്ങുന്നത്. ഇതിന്റെ പാക്കിംഗ് ഭയങ്കര, ഞാൻ അങ്ങനെ പാക്കിംഗ് ഒന്നും സൂക്ഷിക്കാത്തുള്ളൂ. ആക്ച്വലി ഞാനിത് പൊട്ടിക്കാത്ത കാരണം ഇതിന്റെ പാക്കിംഗ് എനിക്ക് അറിഞ്ഞോളൂ. ഇത് പ്രമോഷൻ ഒന്നും അല്ല കേട്ടോ, ഇതിങ്ങനെ QR കോഡ് കാണിക്കാൻ പോവാ. സ്കാൻഡൽ ജീൻ പോളിൽ ഭയങ്കര അടിപൊളി പെർഫ്യൂമാണ്. പാക്കേജ് പൊട്ടിച്ചടിച്ചതാണ് ഓൾറെഡി ഒരു പ്രാവശ്യം, പക്ഷെ നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാം. എൻ്റെ കുപ്പിയൊക്കെ ഭയങ്കര എലഗൻ്റ് ആണ്.
കുപ്പി തന്നെയുണ്ട്, ഒരു ഷോ പീസ് കൈൻഡ് ഓഫ് തിങ് ആണ് കുപ്പി ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ പെർഫ്യൂം ഓഫ് ദ ഡേ. അത്ര ഞാൻ പറയില്ല, ഇച്ചിരി വുഡി, ഇച്ചിരി മസ്കുലിൻ, അങ്ങനത്തെ. എനിക്ക് നോട്ട്സ് ഒന്നും പറയാൻ അറിയില്ല. ഇച്ചിരി വുഡി, ഇച്ചിരി മസ്കുലിൻ സാധനമാണ്. അപ്പോൾ യെസ്, സ്പ്രേ അടിക്കാം. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. സ്പ്രേ അടിക്കാൻ പലർക്കും പല നിയമങ്ങളാട്ടോ. ചിലർ ദൂരത്ത് വെച്ചടിക്കാൻ പറയണം, ചിലർ അടുത്ത് വെച്ചടിക്കാൻ പറയണം. എനിക്ക് അടുത്ത് വെച്ചടിക്കുന്നതാണ് ഇഷ്ടം. ഞാനൊരു കപ്പിൾ ഒരു 4-5 സ്പോർട്സിൽ അടിക്കാറുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ നിയമങ്ങളായിരിക്കും. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും അടിക്കുക. അത്ര ഇതിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളതാണ് അടിക്കുക, നമ്മൾ ഹാപ്പി ആയിട്ട്. ഞാൻ അടിക്കുമ്പോൾ എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടുക ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ശരി എന്നാൽ ബൈ. അപ്പോൾ ഓൺ ദ വേ കാണാം. ലെറ്റ്സ് ഗോ ടു ഹിൻറ്റൺ. ഇവിടുന്ന് ഏകദേശം 1 hour ഡ്രൈവ് ഉണ്ട്. ബൈ ദ ബൈ. യെസ് ഗൈസ്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഗിഫ്റ്റി, ഡ്രൈവർ സുഖു. ഗിഫ്റ്റിനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അടുത്ത പ്രാവശ്യം കഴിയും. ഗിഫ്റ്റി എൻ്റെ ബിസിനസ് പാർട്ട്ണർ, എന്ന പാർട്ട്ണറിങ് ക്രൈം ഒക്കെയാണ്. എനിക്ക് ഗേൾഫ്രണ്ട് ആണോന്ന് അപ്പം തന്നെ ചോദിക്കും. ഗേൾഫ്രണ്ട് അല്ല, എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, ഗിഫ്റ്റിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഗൈസ്. ഗിഫ്റ്റിയാണ് ഇന്നത്തെ ഡ്രൈവർ. ഇനി അങ്ങോട്ടും ഗിഫ്റ്റി ആയിരിക്കും ഡ്രൈവർ. കാരണം ഞാൻ സൈഡ് സീറ്റിലിരുന്ന് വീഡിയോ പിടിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇപ്പം ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 1 hour ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാല് ആദ്യം പോകുന്നത് ഷോപ്പേഴ്സിലോട്ടാണ് ആസ് യൂഷ്വൽ പെർഫ്യൂം വാങ്ങാൻ. എനിക്കല്ല ഈ തവണ പെർഫ്യൂം, പക്ഷെ ഞാൻ ചിലപ്പോൾ നല്ലതേലും കണ്ടെടുക്കുമായിരിക്കും, നോക്കട്ടെ. അപ്പം പെർഫ്യൂം വാങ്ങാൻ എനിക്കല്ല, നമ്മുടെ റിയൽറ്ററിനാണ്. റിയൽറ്റർ കോൾട്ടൺ എന്ന് പറഞ്ഞിട്ട് റിയൽറ്റർ പ്രൊമോഷൻ ആയിട്ടും എഗെയിൻ നമ്മുടെ ഫസ്റ്റ് ടൈം ഹോം ബയർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കാനഡയിൽ എസ്പെഷ്യലി നമ്മുടെ റിയൽറ്ററിനെ നമ്മൾ സോളി ട്രസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ എല്ലാം, ഐ മീൻ നമ്മൾ നല്ലതിനും ചീത്തയിലേക്കും റിയൽറ്ററിനെ എത്തിക്കാൻ പറ്റും. അപ്പോൾ റിയൽറ്റർ വരുമ്പോൾ പുള്ളി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെയുള്ള രീതിയിലൊരു പെർഫ്യൂം. ഞാൻ ആക്ച്വലി വാച്ച് വാങ്ങണം എന്നൊക്കെ വിചാരിച്ച, പക്ഷെ എനിക്ക് എഡ്മിന്റൺ പോകാൻ സമയം കിട്ടില്ല. ഇതാണ് ഗൈസ് ജാസ്പർ, കനേഡിയൻ റോക്കീസ്, ജാസ്പർ നാഷണൽ പാർക്ക്. കാനഡയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റോക്കീസ് ആണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ്. നമ്മുടെ ഊട്ടിയൊക്കെ പോലെ ഇല്ലേ, ഭയങ്കര ഫേമസ് ആയിട്ടോ. ഏതാണ് എന്റെ ചോറ് കാണാമെന്ന് പറ്റില്ല, ഞാൻ CN റെയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ വഴി ഇപ്പൊ ഇതൊരു 100 പ്രാവശ്യമായിട്ട് അതിൽ കൂടുതൽ മേ ബി ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും. നൈറ്റും ഡേയും ഒക്കെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മൈൻഡ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന വിഷ്വൽസും ഭയങ്കര ഹാപ്പി ആവും എന്ന് പറയുന്നത് എന്ത് കറക്റ്റാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഇതുവരെ കാണാത്ത ഭംഗിയും ഇതുവരെ കാണാത്ത ഒരു എലഗന്റ് ആയിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു ഫീച്ചർ ഇന്ന് റോക്കീസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ മൈൻഡ് ഹാപ്പി ആയതുകൊണ്ടായിരിക്കാം, പക്ഷെ ഇന്ന് റോക്കീസ് ഭയങ്കര രസമായിട്ടുണ്ട്. ഡ്രൈവർ സുഖം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗിഫ്റ്റ് തൃശ്ശൂർ കേട്ടോ. അപ്പൊ എനിക്ക് അങ്ങനെയാണ് ആക്ച്വലി ഈ പഠിപ്പിക്കുന്നു എന്നുള്ള വാക്ക് കിട്ടിയത്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ കൂടെ ഉള്ളവരുടെ സ്ലാങ് ഞാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. എന്താന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനിപ്പോ സംസാരിക്കുമ്പോൾ ഒരു പെരുമ്പാവൂരുകാരൻ സംസാരിക്കണ പോലെ അല്ല എന്നാണ് എല്ലാവരും പറയണത്. പക്ഷെ ഞാൻ 2 ദിവസം നാട്ടിൽ പോയത്, ഒരു ദിവസം നാട്ടിൽ പോയി 2 ദിവസം നിൽക്കണ്ട, ഒരു നൈറ്റ് നിന്ന് കഴിഞ്ഞാൽ നൈറ്റ് നമ്മുടെ കമ്പനിക്കാരുടെ കൂടെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ ബാക്ക് ടു എന്റെ പൊന്നങ്ങ എന്തുങ്ങൾ പറയണ ആ ഒരു സാധനത്തിലേക്ക് അടിക്കും. ശരിക്കും ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റേ ജയറാമിന്റെ സിനിമയില് പഞ്ചവർണ്ണ തത്ത. യെസ്, പഞ്ചവർണ്ണ തത്തയിൽ ജയറാം സംസാരിക്കുന്നതാണ് ആക്ച്വൽ പെരുമ്പാവൂർ സ്ലാങ് കേട്ടോ. എല്ലാവരുടെ അടുത്തും നമുക്ക് പെരുമ്പാവൂരിൽ നിന്ന് പ്രത്യേക സ്ലാങ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെയാ സംസാരിക്കുന്നത് എന്ന് പറയും. പക്ഷെ അത് അത്ര കോമൺ ആണ്. കോട്ടയംകാരുടെ സ്ലാങ്ങും തൃശ്ശൂരുകാരുടെ സ്ലാങ് ഒക്കെ കോമൺ ആണ്. നമ്മുടെ സ്ലാങ് അത്ര കോമൺ അല്ല. യെസ്, അപ്പൊ ഓഫ് ടു ഷോപ്പേഴ്സ്. ആദ്യം ഷോപ്പേഴ്സിലോട്ടാണ്. ഷോപ്പേഴ്സ് പിന്നെ ചിലപ്പോ ഒന്ന് പള്ളി പോവും. നല്ല കാര്യം നടക്കുന്നതിന് മുമ്പ് മധുരം കഴിക്കണമെന്ന് പറയുന്ന പോലെ നല്ല കാര്യം നടക്കുന്നതിന് മുമ്പ് പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് വിചാരിച്ചാണ്. യെസ് ഗൈസ്, ഹിൻറ്റൺ എത്തി. ഭയങ്കര ക്വിക്ക് ഡ്രൈവ് ആയിരുന്നു ആക്ച്വലി. പെട്ടെന്ന് എത്തി. എക്സൈറ്റ്മെന്റ് കൂടെ ആയിരിക്കും. പറഞ്ഞ പോലെ ആദ്യം മറ്റേ വീഡിയോ എങ്ങനെയുണ്ട്? ആ വീഡിയോയുടെ എന്ത് ഗുണമുണ്ടെങ്കിലും എഡിറ്ററിന്റെ കഴിവാണ് ഗൈസ്. എഡിറ്റർ വേറെ ആരുമില്ല, ഗിഫ്റ്റിയാണ്. ഗിഫ്റ്റി പണ്ടേ കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ഗൈസ്. ഗിഫ്റ്റിയുടെ പ്രൊഫൈലില് ടൈം കിട്ടുകയാണെങ്കിൽ പോയി നോക്കുക. അടിപൊളി കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ട്. കുക്കിംഗ് വീഡിയോസ്, ഡാൻസ്, അതൊക്കെ ഉണ്ട്. ഡ്രിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വണ്ടിയും വരും കേട്ടോ ഗിഫ്റ്റി. ഓക്കെ, ഡ്രിഫ്റ്റ് ഇല്ല ഗൈസ്. അപ്പൊ യെസ്, ഷോപ്പേഴ്സ് പ്ലാൻ പോലെ ഷോപ്പേഴ്സിലെത്തി. ഷോപ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്യൂട്ടി
ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട്. യെസ്, ഡ്രഗ് മാർട്ടാണ്. ആക്ച്വലി ബ്യൂട്ടി സാധനങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഫാർമസിയാണ് അത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫാർമസിയാണ്. മരുന്ന് കിട്ടുന്ന കട. ഇവിടെ മരുന്ന് വാങ്ങുന്ന സെറ്റപ്പ് അറിയാലോ, നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണുന്നത് സ്ലിപ്പ് വാങ്ങിച്ച സെറ്റപ്പ് അല്ല. മരുന്ന് ഡോക്ടറെ കാണാം, ഡോക്ടർ നിങ്ങളുടെ ഫാർമസി ഏതാണെന്ന് ചോദിക്കും, ആ ഫാർമസിയിലോട്ട് ഡോക്ടർ മെയിൽ ചെയ്യും, നിങ്ങൾക്ക് സ്ലിപ്പ് ഒന്നും തരില്ല. ഡ്യൂ ടു സ്പെസിഫിക് റീസൺസ്, ഓവർ യൂസേജ് ഓഫ് ഡ്രഗ്സ്. അങ്ങനെ ഇത് പാർക്കിംഗ് ആണ്. അതിന്റെ തൊട്ടപ്പുറത്ത് ആ ട്രക്കിന്റെ അപ്പുറത്തും പാർക്ക് ചെയ്യാം. ഇതാണ് ഗൈസ് ഷോപ്പേഴ്സ്. ഫുള്ളി ഇവരുടെ പ്രൊഡക്ട്സാണ്. പിന്നെ നമ്മുടെ പ്രൊഡക്ട്സ് ഉണ്ട്. പെർഫ്യൂംസിന്റെ ഒരു ഹ്യൂജ് കളക്ഷൻ ഉണ്ട്. സാധനം വാങ്ങിച്ചു, കാറിൽ തിരിച്ചു കയറി തിരിച്ചിരിക്കുക. എൻ്റെ പാൻറ് ഭയങ്കര വെള്ള പാൻറ്റാണ്. എനിക്ക് ഭയങ്കര കൺസേൺ, ഇത് ചെളിയാവുമോ. ബിക്കോസ് ഞാൻ ഭയങ്കര മെസ്സി ആയിട്ടുള്ള ഒരാളായാലും എപ്പോഴും ചെളിയാക്കാറുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടുന്നു, പള്ളിയിൽ പോകുന്നു, ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു, അർജുന എടുക്കണം. യെസ്, കൂടെ നമ്മുടെ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്യണ്ട, കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി. പെട്ടെന്നുള്ള ലൊക്കേഷൻ ചേഞ്ച് കൺഫ്യൂഷൻ ആയോ? സോറി കേട്ടോ. ആക്ച്വലി ഇത് ഞാൻ എൻ്റെ ലീഗൽ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യാൻ പോയപ്പോഴുള്ള വീഡിയോസാണ്. എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹേർട്ടും ഇമ്പോർട്ടൻറ്റും അറ്റ് ദ സെയിം ടൈം മെമ്മറബിൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഇവിടെ ഇടുന്നത്. പക്ഷേ ഇതിൻ്റെ വോയിസസ് ഒന്നും ക്ലിയർ ചെയ്യില്ലായിരുന്നു. അപ്പം എന്താണ് അടുത്ത ഓപ്ഷൻ? വോയിസ് ഓവർ. പക്ഷെ ഞാൻ വോയിസ് ഓവറിൻ്റെ ഒരു ബിഗ് ഫാൻ അല്ല കേട്ടോ. കാരണം ഞാനും നിങ്ങളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അത്ര അടിപൊളി അല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യണു. കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട്. ചിലപ്പോൾ ഞാൻ ചെയ്യണോണ്ടാവാം. വി വിൽ മേക്ക് ഇറ്റ് ബെറ്റർ നെക്സ്റ്റ് ടൈം. നേരെ ലോയറിൻ്റെ ഓഫീസിലെ കുട്ടി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഒരുപാട് സംസാരിച്ചു. അപ്പോഴേക്കും പപ്പ വിളിച്ചു. പപ്പ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സെയിം ആസ് മമ്മ. അതങ്ങനെയാണല്ലോ, നമ്മുടെ ലൈഫ് അച്ചീവ്മെൻറ്റ്സിൽ നമ്മളെക്കാളും കൂടുതൽ എക്സൈറ്റഡും സന്തോഷിക്കുന്നതും പാരൻസ് ആണ്. ദേ സൈൻ ചെയ്യാൻ ടേബിളിലിരുന്നു. എൻ്റെ 6 കൊല്ലത്തെ കാനഡ ലൈഫ് ആ ടേബിളിലിരുന്ന് ഞാൻ കണ്ടു. ടൊറൻറ്റോയിൽ ഡിഷ് വാഷിംഗ് തൊട്ട് ഹിൻറ്റണിൽ ഇപ്പോൾ CNRയിൽ വർക്ക് ചെയ്യുന്ന വരെയുള്ള എല്ലാ മൊമെൻറ്റ്സും ആ ഒരു 3 സെക്കൻഡ് എൻ്റെ മുന്നിൽ കൂടെ പോയി. ഇറ്റ്സ് ആൻ അച്ചീവ്മെൻറ്റ്, റൈറ്റ്? അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്ക് ടു പൊസഷൻ ഡേ. ഇത് എനിക്കാണ് സോൾഡ്, വിറ്റത് ഞാനാണ്. ഞാൻ ഗിഫ്റ്റാണ് ഇതിൻ്റെ ഓർഡേഴ്സ്. ഇത് തൊട്ട് ഇച്ചിരിയോടെ ബാക്കിലോട്ട് പിടിച്ചാൽ കാണാം. ഇനി തൊട്ട് ഈ വീടിൻ്റെ ഓടുമ്പോൾ ഞങ്ങൾ ഐ ഹോപ്പ് പുള്ളി ഇവിടെ ഉണ്ടെന്ന്. കാരണം പുള്ളിയുടെ ട്രക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഇത് റെക്കോർഡ് ചെയ്തു. Oh, were you able to take the card table or there's one card table left? Yeah, it's in the back there. Couch, shuffleboard, stools. They Cool. left the microwave. They left like the basement fridge, this fan, the bedroom fan. What does that say? Please. Fireplace. Yeah, there you go. There you go. You're welcome. Thank you so much, Thank you, Colton. guys. I appreciate that. Do Bye. I have to open it now? Up to you. It's like a person gift voucher, so it's all the samples. Yeah, you can grab it. So then, if whatever you like, Like, you can go and buy the perfume which you like. Thank you very much. Thank you. Thank you. Really appreciate that. Bye. Okay, Yeah. you guys are good to go. Yeah. I should have, like, as soon as Curtis comes back here and gets his stuff, Okay. then I can send you all the codes for the garage, codes for the house, and everything. അപ്പോ യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് താക്കോല് കിട്ടി. സോൾഡ് കണ്ടില്ലേ, റീമാക്സ് ആയിരുന്നു നമ്മുടെ റിയൽറ്റർ കമ്പനി കേട്ടോ. റീമാക്സ് അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് അറിഞ്ഞൂടാ, ഇപ്പൊ വീട് വാങ്ങണതിനെ പറ്റിയുള്ള കുറെ നല്ല വീഡിയോസ് ഒക്കെ ഇന്റർനെറ്റിലൊക്കെ, യൂട്യൂബിലൊക്കെ കുറെ അവൈലബിൾ ആണ്. പക്ഷെ കമ്പനീനേക്കാളും കൂടുതൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ റിയൽറ്ററാണ്. ആളുടെ പേഴ്സണാലിറ്റി, ആളുടെ നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, താക്കോല് കിട്ടി. 2 താക്കോലുണ്ട്. ഞാൻ ഒരെണ്ണം വീടിൻ്റെ അകത്ത്, ആക്ച്വലി നമ്മൾ വീടിൻ്റെ അകത്ത് കയറി കേട്ടോ. ഇതിന് മുന്നേ വീടിൻ്റെ അകത്ത് കയറിയായിരുന്നു. പക്ഷെ ജസ്റ്റ് വീഡിയോ പർപ്പസ്. അത് വീടിൻ്റെ അകത്ത് കയറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഞാൻ ആ വീഡിയോ ഇതിൻ്റെ കൂടെ ഇടാം. നമ്മളൊരു റുട്ടീൻ ചെക്ക് നടത്തും. ജസ്റ്റ് ഒന്ന് എല്ലാം ഓക്കെ അല്ലേ എന്നുള്ളൊരു ഫൈനൽ ചെക്ക് നമ്മൾ നോക്കിയല്ലോ തന്നെയാണോ വീട് ഇരിക്കണേന്ന്. നമ്മൾ ഇതേ ചെക്ക് ഇന്നലെയും വന്ന് നടത്തി. ഇന്ന് ഇവിടെ December 2nd, പക്ഷെ ഇന്നലെ December 1st വന്ന് ഇതേ ചെക്ക് നടത്തി. ഇന്നലെ വന്നപ്പോൾ നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. നമുക്ക് താക്കോല് കിട്ടിയുള്ള, നമുക്കിപ്പോൾ ഒരു നോ പറയണമെങ്കിൽ ഉള്ള ഒരു സ്പേസ് ഉണ്ട്. ഇഫ് സംതിങ് വെൻ റോങ്, അല്ലെങ്കിൽ നോ പറയാൻ പറ്റില്ല കേട്ടോ, അല്ലെങ്കിൽ അവർ നമുക്ക് സീവ് ചെയ്യും. സോ ഇതാണ് വീട്. ഇതാണ് എൻട്രൻസ് കേട്ടോ. ഗിഫ്റ്റ് തന്നെ അവിടെ നിന്ന് എൻട്രൻസ് കാണിച്ചു തരാം. ഇതാണ് എൻട്രൻസ്. നമ്പർ ഞാൻ ഇതാണ് എൻട്രൻസ്. മെയിൻ ഡോർ ഇതികൂടെയാണ് ആക്സസ്. നമുക്ക് 2 ഡോർ ആക്സസുകളുണ്ട്. നമുക്ക് 2 ഡോർ ആക്സസുകളുണ്ട്. നോ, ആക്ച്വലി 3 ഡോർ ആക്സസുകളുണ്ട്.
ഇവിടെ ഒട്ടുമിക്ക യൂറോപ്യൻ ഹോംസുകളൊന്നും തന്നെ ബേസ്മെന്റ് ഉണ്ട്. ബേസ്മെന്റിന്റെ താഴത്തോട്ട് വേറൊരു അപ്പാർട്ട്മെന്റ്. ഇതാണ് ബേസ്മെന്റ് ഡോറ്. രണ്ടാമത്തെ എൻട്രൻസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ഡോർ എൻട്രൻസ് ഇതാണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ യാർഡ്, ബാക്ക് യാർഡ്. ഇത് ഒന്നാമത്തെ കാര്യം വിൻഡർ. പിന്നെ അവരിങ്ങനെ ആ ഒരു മെസ്സേജ് ഇട്ടിട്ട് പോയേക്കാണ് കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഇപ്പൊ ഈ വയർ നോക്കിക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ജസ്റ്റ് വന്നല്ലേ ഉള്ളൂ. ഇത് ഗ്യാരാജ്, ഡിറ്റാച്ച് ഗ്യാരാജ് ആണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഞാൻ കുറെ അതുപോലെ തന്നെ പറയണ്ടോ, കുറച്ച് അതുപോലെ തന്നെ. വീട് വാങ്ങുന്നവർ ഗാരാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ ആദ്യം വീടുകളൊക്കെ നോക്കിയപ്പോൾ ഗാരാജ് നോക്കാത്ത വീടുകളായിരുന്നു. സെയിം റിയൽറ്റർ പറഞ്ഞു ഗാരാജ് ഇരിക്കുന്നത് നല്ലതാണ്, ഗാരാജ് ഭയങ്കര അത്യാവശ്യമാണ്, അറ്റ്ലീസ്റ്റ് ഒരു കാർ പോർട്ടിങ്ങിലും വേണം. സോ ഗാരാജ് അതൊരു മസ്റ്റ് നീഡായിട്ട് ഇടുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വീട് വാങ്ങണ സമയത്ത് നമ്മൾ ആലോചിക്കുക ഏതാണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്നൊക്കെ. അപ്പം അങ്ങനെ നമുക്ക് പോയി ഡോറ് തുറക്കാം. അപ്പൊ വീട് ഞങ്ങളുടെ പേരിലായിട്ട് നമ്മൾ ഹൗസ് ഓണേഴ്സ് ആയിട്ട് ആദ്യമായിട്ടാണ് താക്കോല് തുറക്കാൻ പറയുന്നത്. ഇത് ശരിക്കും ഭയങ്കര സെക്യൂർഡ് പ്രോസസ്സാണ്. അതായത് നമ്മുടെ നാട്ടിലേക്ക് തൊട്ട് ഇപ്പൊ എന്താ പറയാ, ഒരു പെട്ടിയിൽ കുറച്ച് കാശ് കൊണ്ട് അങ്ങനെയല്ല, മനസ്സെല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ വീട് തന്ന ആൾക്കാരെ കാണത്ത് പോലുമില്ല നമ്മൾ. ലീഗൽ പർപ്പസ്, സെക്യൂരിറ്റി റീസൺസ്, അത് തന്നെയാണ്. അപ്പോ യെസ്, ഡോറ് തുറക്കാൻ. നമ്മുടെ ഇവിടെ ലൈറ്റ് ഇല്ല എന്നൊന്നും ഇങ്ങോട്ടേക്ക് നിൽക്കും. യെസ്, ഡോറ് തുറക്കാൻ. അപ്പൊ ഡോറ് തുറക്കാൻ യൂഷ്വലി നമ്മുടെ നാട്ടിലൊക്കെ ഡോറ് തുറക്കുന്നത് വീട്ടിലെ കുടുംബനാഥ അല്ലെങ്കിൽ എന്താണ് മുതിർന്ന സ്ത്രീകളാണല്ലോ. ഇവിടെ അമ്മ, ചേച്ചി, നാത്തൂൻ ഈ പറയപ്പെടുന്ന ആരും ഇല്ലാത്ത കാരണം ഗിഫ്റ്റിനെ വീട് തുറക്കാൻ, താക്കോല് തുറക്കാൻ വേണ്ടിയിട്ട്, അതായത് ഗിഫ്റ്റിയുടെ ലോക്ക് തുറക്കട്ടെ എന്ന് വിചാരിച്ച്, സ്ത്രീകളാണല്ലോ ഐശ്വര്യം കൊണ്ടിരുന്നു എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഗ്രൂപ്പിലത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയെ ഞാൻ ഡോറ് തുറക്കാൻ ക്ഷണിക്കുന്നു. കമോൺ ഗിഫ്റ്റി. ഞാൻ ക്യാമറ എടുക്കാൻ കഴിയും. ഇനി ക്യാമറ ഞാൻ പിടിക്കാം. ഗിഫ്റ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കാണാൻ. കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. യെസ്, തുറക്കാം. വെയിറ്റ് ഗിഫ്റ്റി ഒന്ന് ചിരിക്കി. യെസ്, തുറക്കാൻ പോവാണ്. വലത് കാല് വെച്ച് കയറിക്കോ, ചെരുപ്പണിയൊന്നും ഒരുക്കും. അപ്പൊ അതിന്റെ കുറച്ച് ഫർണിച്ചേഴ്സ് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് വീട്. ഇനി കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് ഏരിയ ഇനി കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. കാരണം വേറെ ഒന്നല്ല, പ്രൈവസി റീസൺസ്. വീട് നമ്മുടെ ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ലൈറ്റിന്റെ താഴത്തേക്ക് വീട് നമ്മുടെ ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് എല്ലാവരെയും ഇത് ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ്. പിന്നെ വീട്ടിലുള്ള മെയിൻ മെമ്പറെ ഞാൻ കാണിച്ചില്ല. ലൈറ്റും ഇടും. മെയിൻ മെമ്പറെ ഞാൻ കാണിച്ചില്ല. വീടിന്റെ ഒരു മെയിൻ മെമ്പർ ഉണ്ട്. ആളിന്ന് ഒരു 5 മിനിറ്റ് അയാൾ ഇവിടെ വന്നിട്ട്, വീട്ടിലേക്ക് വന്നിട്ട് ഭാഗമൊക്കെ ആള് ഒരു 5 മിനിറ്റ് അയാൾ വീട്ടിലേക്ക് വന്നിട്ട് കോക്കോ, ഇതാണ് എൻ്റെ പൂച്ചയാണ്. ഏകദേശം ഒരു 6 കൊല്ലമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. 6 years. കുറച്ച് ഗ്രംബിയാണ് പുള്ളിക്കാരി. വീടൊക്കെ മാറി വന്നായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കണം, എല്ലാം നോക്കി പഠിക്കുന്നു. ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കാന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഫ്രണ്ട്സ് കയറി വന്നു. പാല് കാച്ചാന്ന് പറഞ്ഞു. രാത്രി 11 മണിക്ക് പാല് കാച്ചുന്ന വിഷ്വൽസ് ആണ് ഈ കാണുന്നത്. പുറത്തുള്ളവർക്ക് കുറച്ചെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഫോർ അസ് ഫ്രണ്ട്സ് ആർ ലൈക്ക് ഫാമിലി. എനിക്കുണ്ട് ഇവിടെ കുഞ്ഞ് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റിയൊരു ഫാമിലി. വഴിയെ എല്ലാവരെയും പരിചയപ്പെടാം. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.